മഴക്കാലം വരികയാണ്. കേരളത്തിലെ മഴക്കാലം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ വലിയ പാത, ശരിയാണ്, അഭിമാനമൊക്കെ തോന്നും ഇത്രയും വലിയ പാത നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന്. പക്ഷെ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ കൂരിയാട്ടയും അതുപോലെ തന്നെ കുപ്പത്തെയും ഒക്കെ ദൃശ്യം കാണുമ്പോൾ ദേശീയപാത ഓരോരുത്തരുള്ള ജനങ്ങൾ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിലേക്ക് വീഴുമോ എന്ന് പേടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യണം. ഇവിടെ ചോദിച്ചതുപോലെ ശരി, കരാറെടുത്ത് കമ്പനിക്ക് ഉത്തരവാദിത്വമുണ്ട്, സൂപ്പർവിഷൻ നടത്തുന്ന അല്ലെങ്കിൽ നിർമ്മാണ ചുമതലയുള്ള NHAIക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഈ ദേശീയപാതയുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണോ നടക്കുന്നത്? നിർമ്മാണ പ്രവർത്തനം ശാസ്ത്രീയമാണോ? തുടങ്ങിയ കാര്യങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ വിലയിരുത്തിയിട്ടുണ്ടോ? ഉണ്ട് എന്ന് പൊതുമരാമത്ത് വകുപ്പിന് ഒരു അവകാശവാദം ഉണ്ട് എങ്കിൽ ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഉത്തരം പറയാനുള്ള ബാധ്യതയും സ്വാഭാവികമായും വരുമല്ലോ. തീർച്ചയായും അതിനു മുന്നേ ഇവിടെ അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തിൽ ഒറ്റ ഭാഗമേ ഉള്ളൂ. കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഞാൻ വീടിന്റെ ഉദാഹരണം മാത്രം പറയല്ല കേട്ടോ. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും അങ്ങനോട് ചോദിച്ച ചോദ്യത്തിലുള്ള ഒരു ഭാഗം എന്താ, ഓടിട്ട വീടിന്റെ ഒരു ഓട് പൊട്ടി വീണാൽ ആ ഓട് മുഴുവൻ മാറ്റണം എന്ന ആശങ്കയിലാണ് നാം നിന്നിരുന്നത്, അല്ല ആ പൊട്ടിയ ഓട് മാറ്റണം എന്നാണ്. അതല്ലേ നമ്മൾ ഇവിടെ കാണേണ്ടത്. അങ്ങ് തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞു, അങ്ങ് മഞ്ചേശ്വരം മുതൽ തലപ്പാടി മുതൽ കേരളത്തിൻ്റെ അങ്ങേ തമിഴ്നാട് ബോർഡർ വരെയുള്ള ഈ എത്രയോ കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളുണ്ടായ പ്രശ്നം അത് ഗൗരവമാണ്. ഞാൻ ഗൗരവമല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ആ ഒരു പ്രശ്നത്തെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ആ മറികടക്കേണ്ട വിഷയം വരുമ്പോൾ ഇത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു പ്രൊജക്റ്റാണ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓട് പൊളിഞ്ഞാൽ വീടിൻ്റെ മേൽക്കൂര മൊത്തം തകർത്ത് കളയണമെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എന്തിന് നാം പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗം. അങ്ങ് പറഞ്ഞ ആശങ്കയെ ഞാൻ പ്രധാനമായും കാണുന്നു. ഇവിടെ എന്താ കേരള ഗവൺമെൻറ് പറഞ്ഞത്? ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ PWD മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിന് ചില ബുദ്ധിമുട്ടുണ്ടാവും. ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ മന്ത്രി എന്ന രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ, PWD വകുപ്പ് എന്ന രീതിയിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് പ്രശ്നം കോൺഗ്രസ്സുകാർക്കുണ്ടാവും. അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുമ്പോൾ യാഥാർത്ഥ്യമാക്കാൻ ഒരു ശ്രമം പോലും നടത്താത്തവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കരച്ചിലായിട്ട് മാത്രമേ കോൺഗ്രസിൻ്റെ ഈ കാര്യങ്ങളെ പറയുന്നുള്ളൂ. മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ, ഞാനൊരു ജനപ്രതിനിധിയാണ്, ഞാനൊരു MLA കൂടിയാണ്. നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഓരോ ഘട്ടത്തിലും കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ ഓരങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് അതിൻ്റെ ചുമതലയും നടപടിക്രമമെങ്കിലും അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളാണ് ശ്രീ മുഹമ്മദ് റിയാസ്. ഒരു സംശയം വേണ്ട, അതിൽ കരഞ്ഞതുകൊണ്ടൊന്നും കോൺഗ്രസ്സുകാർ അവരുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾക്കേതായാലും ഇതിൽ കരച്ചിലല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. മറ്റൊരു ഭാഗം അങ്ങ് അതുകൊണ്ട് ശ്രീ മുഹമ്മദ് റിയാസിനെ അവഹേളിക്കത്തക്ക വിധത്തിൽ ഈ ചർച്ചയിൽ പറയേണ്ട, അതല്ല ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ. ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോഴും നമ്മുടെ ഗവൺമെൻറ് അതിൽ നന്നായിട്ട് ഇടപെട്ടു. മുഖ്യമന്ത്രി പരിശോധന നടത്താൻ വേണ്ടി പോവാണ്. റിയാസ് മിനിസ്റ്റർ തന്നെ നേരിട്ട് NHAയുമായിട്ട് സംസാരിച്ചു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് ശ്രീ അഭിലാഷ്, അങ്ങേക്ക് അറിയാം. അതെന്താണ്? അങ്ങ് തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇതിൻ്റെ ഡിസൈനും ടെൻഡറും അത് സൂപ്പർവിഷനും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും കൈകാര്യം ചെയ്ത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. എങ്ങനെയാ ഒരു ഗവൺമെന്റിന് മേൽനോട്ടം വഹിക്കാൻ പറ്റും? അത് നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഭാഗങ്ങൾ, അതിൻ്റെ യൂട്ടിലിറ്റി ഷിഫ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും വളരെ വേഗത്തിൽ എടുത്തു കൊടുത്തു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും 25% സ്ഥലമേറ്റെടുത്ത് കൊടുക്കാൻ പൈസ വേണ്ടി വന്നില്ല നാഷണൽ ഹൈവേയിൽ. BJP പതി അതുകൂടി ഓർക്കണം. അത് കൊടുത്തിട്ടാണ് കേരളം യാഥാർത്ഥ്യമാക്കുക. അതുകൊണ്ടാണ് ഗഡ്കരി പിണറായിക്ക് നന്ദി പറഞ്ഞത്. ഇത് യാഥാർത്ഥ്യമാക്കാൻ ഇച്ഛാശക്തിയോട് ഇടപെട്ട ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഗഡ്കരി തന്നെ അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കൈകാര്യം NHA ആണ്. എവിടെയാ PWD സൂപ്പർവിഷൻ ചെയ്യാൻ പറ്റുക? PWD എഞ്ചിനീയേഴ്സ് അല്ല ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. NHAയുമായിട്ട് നിരന്തരമായി ഇതിൻ്റെ ആശയങ്ങളും കാര്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒത്തിരി അപകടം വരുമ്പോൾ ഞങ്ങൾ ആരും ഇടപെട്ടില്ല എന്നൊന്ന് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു സംഭവം ദൗർഭാഗ്യകരമാണ്. അതിന് ഗൗരവതരമായി പരിശോധിക്കേണ്ടത് NHA ആണ് എന്ന ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഗൗരവത്തന്നെ പരിശോധിക്കുക തന്നെ വേണം. അതിൻ്റെ ഭാഗമായി എവിടെയെങ്കിലും രണ്ട് തലങ്ങളിൽ പ്രശ്നമുണ്ടായി എന്നതുകൊണ്ട് ഇതാകെ പ്രശ്നമാണെന്നോ കേരള ഗവൺമെന്റ് നടത്തിയ ഇടപെടലുകൾ അത് ഇതിലൂടെ, കാരണം ഇതിൻ്റെയൊക്കെ പ്രശ്നം അവിടെ നിന്നാണ് വരുന്നത്. കാരണം നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായി വന്നപ്പോൾ പിണറായി സർക്കാരിന് ലോകമെമ്പാടുള്ള ജനങ്ങൾ സമ്മാനിച്ചൊരു ഹൈപ്പുണ്ട്, ജനങ്ങൾ സമ്മാനിച്ച അഭിനന്ദനമുണ്ട്. അതിനെ ഇകഴ്ത്താനും തകർക്കാനും കിട്ടിയ ഒരു ആയുധമായി മാത്രമാണ് ഈ വിഷയത്തെ കാണുന്നത്. പക്ഷേ ആ പ്രശ്നത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി അത് ഫലപ്രദമായി പരിശോധിക്കട്ടെ. പക്ഷേ ഇവിടുത്തെ വിഷയം എന്തുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന കാതലമായ എന്താ പെട്ടെന്ന് പറഞ്ഞോളൂ വിജയ്.
അല്ല ഒറ്റ ഭാഗം കൂടി അല്ല അങ്ങ് പറഞ്ഞ അവസാന ഭാഗം ജനങ്ങളുടെ ആശങ്കയെ പരിഹരിച്ചുകൊണ്ട് തന്നെ ഉന്നതതല യോഗം മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. NHAയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഗൗരവമായി തന്നെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ അത് കേരള ഗവൺമെന്റ് കൂടി ഈ വിഷയത്തിൽ സജീവമായി തന്നെ നടത്തും. മറ്റൊരു ഭാഗം കൂടി അങ്ങ് ഇവിടെ ലീഗിന്റെ പ്രതിനിധി പറഞ്ഞു അദ്ദേഹത്തിന് 3 മണിക്കൂർ നഷ്ടം വന്നു. അതെ, 3 മണിക്കൂറല്ല, കേരളത്തിലെ ജനങ്ങളുടെ മണിക്കൂറുകളോളം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുക്കാൻ 25% കൊടുത്ത് പിണറായി സർക്കാർ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കുന്നത് എന്ന അതിന്റെ വളരെ പോസിറ്റീവായ ഭാഗം കൂടി ലീഗ് കണക്കാക്കണം. ഇന്നത്തെ ഒരു 3 മണിക്കൂറിന്റെ പ്രശ്നമല്ല, എന്നേക്കുമുള്ള കേരള ജനങ്ങളുടെ യാത്രാ ക്ലേശത്തിന് പരിഹാരമുള്ള ഒരു വലിയ പദ്ധതിക്കാണ് 5500 കോടിയിലധികം തുക കൊടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സർക്കാർ, അത് പിണറായി സർക്കാരാണ് സ്ഥലം അതാണ് അവകാശവാദങ്ങൾ. ഇവിടെ അവകാശവാദങ്ങൾക്ക് കേരള വികസനമാണ് ജനങ്ങളുടെ ആശങ്ക എന്ന വലിയ പ്രശ്നമുണ്ട്.